ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ വിജയണ്ണൻ്റെ ഗോട്ട് സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. പടത്തിനെ പറ്റി എനിക്ക് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് ശ്രീധർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. ശ്രീധർ തിയേറ്ററിന് മുമ്പിലാണ്. ഇവിടെ ഇപ്പോൾ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. മാതൃഭൂമി അങ്ങനെ ഒരേ വേർഡ് ചാനൽസ് ഇപ്പോൾ റിവ്യൂസൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. എനിവേ കിടിലം പടം, ഈ സീരിയസ്ലി പറയാം, അടിപൊളി പടമാണ്. എല്ലാവരും കണ്ടിരിക്കുന്നത്. വളരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി എടുത്തിരിക്കുന്ന ഒരു സാധാരണ വിജയ് പടത്തിനേക്കാൾ വെറൈറ്റി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഗെയ്സ് ഇവിടെ ഇപ്പോൾ അശ്വിനെ പടം വേണ്ട ചോദിക്കേണ്ട ആവശ്യമില്ല. കിടിലം പടം സീരിയസ്ലി. നമ്മൾ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന്റെ തൊട്ടയിലത്തൂടെ പോലും പോകും. അത് തന്നെയാണ് കാര്യം. അതായത് പടത്തിന്റെ ഒരു ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യിക്കും പടത്തിന്റെ ഓരോ സെക്കൻഡും. അതാണ്, അതായത് പടത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ഇന്ന സംഭവിക്കും, വിജയ് എങ്ങനെയാവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതൊന്നും പ്രെഡിക്റ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ, അത് നടക്കത്തില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് ഞാനിപ്പോഴേ പറയുകയാണ്. ബട്ട് എന്താ പറയുക, നമ്മുടെ പ്രഡിക്ഷൻസ് ഒന്നും വർക്കൗട്ട് ആവാത്ത ഒരു കഥയായിരുന്നു. ലിയോ പോലും ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് പലതും ശരിയായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു കഥ ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. കഥ വേറെ ലെവലാണ്. ആൻഡ് മേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം പൊളിയാണ്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒറ്റ കാര്യം വെച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ പ്ലേസിങ് മാത്രമാണ്. ചില സെൻറ്റി സീൻസിന് ഇടയ്ക്ക് വെച്ച് പാട്ടിട്ടത് മാത്രം, അതായത് അടിച്ചുപൊളി പാട്ടിട്ടത് മാത്രം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. വേറെ ഒരു വിധത്തിലും എനിക്ക് നെഗറ്റീവ് പറയാനില്ല. പടം വേറെ ലെവലാണ്. എന്തായാലും കളക്ട് ചെയ്യുമെന്ന് കരുതിയിരിക്കുന്ന അതിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിവേ നമുക്ക് പറയാൻ പറ്റിയ റിവ്യൂ, അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. പക്ഷേ അത് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് പറയാനുള്ള സ്പോയിലറായി പോകും. വീഡിയോ ആയിട്ട് തന്നെ സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും പറയുകയാണ്, പടം എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക. മെയിനായിട്ട് പറയുന്നത് തൃശ്ശയുടെ ഐറ്റം ഡാൻസ് സീനാണ്. വേറൊന്നും കയ്യിലിടരുത്, തൃശ്ശയുടെ പൊളി. അങ്ങനെ ഒരു സാധനം മാത്രമേ ഞങ്ങൾ ക്ലൂവായിട്ട് തരാണ്. ബാക്കി എല്ലാം എങ്ങനെ നോക്കിയാലും പടം അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. എന്നാലും ഒരുപാട് സന്തോഷം. സൂപ്പർ പടം ചേട്ടൻ നമ്മൾ പറഞ്ഞിട്ട് പോവാണ്. അതാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് റിവ്യൂസ് തന്നിരിക്കുകയാണ്. അപ്പോൾ പടം എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു, താങ്ക് യു.